ദുഃഖവെള്ളിയാഴ്ച വത്തിക്കാനിൽ ലഭിക്കുന്ന സംഭാവന ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടിയും അന്നാട്ടിൽ മാനുഷിക സഹായം ഉറപ്പാക്കുന്നതിനായും ചിലവിടും. കഴിഞ്ഞ ദിനം പുറത്തിറക്കിയ കത്തിലൂടെ പൗരസ്ത്യ സഭകൾക്കായുള്ള ഡിക്കാസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ ക്ലോഡിയോ ഗുഗറോട്ടി ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഗാസയിൽ പൊട്ടിപ്പുറപ്പെട്ട യുദ്ധം ഒക്ടോബർ 7 സംഭവങ്ങൾക്ക് ശേഷം വിശുദ്ധ ഭൂമിയെ തളർത്തി. തീർത്ഥാടകരുടെയും വിനോദസഞ്ചാരികളുടെയും അഭാവം ആയിരക്കണക്കിന് കുടുംബങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നതായും കർദിനാൾ ഗുഗറോട്ടി ചൂണ്ടിക്കാട്ടി. 1974 പോൾ 6 പാപ്പ തൻ്റെ അപ്പസ്തോലിക പ്രബോധനമായ നോബിസ് അനിമോയിൽ ദുഃഖവെള്ളിയാഴ്ച ധനസമാഹരണം നടത്തേണ്ട ദിവസമായി നിശ്ചയിച്ചിരുന്നു. അന്ന് മുതൽ വിശുദ്ധ നാടിനായി ലോകമെമ്പാടുമുള്ള ഇടവകകളിൽ നിന്നുള്ള ധനശേഖരണത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് വത്തിക്കാനാണ്. ലോവർ മെസപ്പൊട്ടോമിയയിലെ പുരാതന കൽദായ നഗരവും പൂർവ്വപിതാവായ അബ്രഹാമിൻ്റെ ജന്മദേശമായി ഉൽപ്പത്തി പുസ്തകത്തിൽ പരാമർശിക്കുകയും ചെയ്യുന്ന ഊർ നഗരത്തിലെ ക്രൈസ്തവ ദേവാലയത്തിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ഇറാഖിലെത്തുന്ന തീർത്ഥാടകരെ ആകർഷിക്കാനായി പണി കഴിപ്പിക്കുന്ന ദേവാലയത്തിൻ്റെ നിർമ്മാണ പണികൾ ഈ മാസം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പരമ്പരാഗതമായി ഇറാഖിൽ പ്രചാരത്തിൽ ഇരിക്കുന്ന മഞ്ഞ നിറത്തിലുള്ള ചുടുകട്ട കൊണ്ട് നിർമ്മിച്ച ഗോപുരത്തിൽ ദേവാലയമണി ഇതിനോടകം സ്ഥാപിച്ചിട്ടുണ്ട്. 2021 മാർച്ച് മാസം ഇറാഖിൽ സന്ദർശനം നടത്തിയപ്പോൾ ഊർ നഗരത്തിൽ മതാന്തര പ്രാർത്ഥനയ്ക്ക് ഫ്രാൻസിസ് പാപ്പ നേതൃത്വം നൽകിയിരുന്നു. ഒരു കാലത്ത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ പിള്ളത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യമായിരുന്നു ഇറാഖ്. അമേരിക്കൻ അധിനിവേശവും ഇസ്ലാമിക ഭീകര സംഘടനകളുടെ ആവിർഭാവവും ക്രൈസ്തവരെ കൂട്ടപ്പലായനത്തിലേക്ക് നയിച്ചു. 3 വർഷങ്ങൾക്ക് മുൻപ് ഫ്രാൻസിസ് പാപ്പ ദിക്കർ പ്രവിശ്യയിലേക്കും ഉർ പൗരാണിക നഗരത്തിലേക്കും നടത്തിയ സന്ദർശനങ്ങൾ ചരിത്ര പ്രാധാന്യമുള്ളതായിരുന്നുവെന്ന് പ്രവിശ്യയിലെ പുരാവസ്തു വിഭാഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന ഷാമിൽ അൽ റുമൈത്ത് പറഞ്ഞു. ഉർ നഗരത്തിലെ പുരാവസ്തു കേന്ദ്രങ്ങളുടെ സമീപത്തായിട്ടാണ് പുതിയ ദേവാലയം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്നും അതിനാൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അനേകം ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ഇവിടം സന്ദർശിക്കാൻ പ്രേരണയാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അമേരിക്കൻ സംസ്ഥാനമായ ഫ്ലോറിഡയിലെ പൊതുവിദ്യാലയങ്ങളിൽ ചാപ്ലിൻമാരായി തങ്ങളുടെ പ്രസ്ഥാനത്തിലെ അംഗങ്ങളെയും നിയമിക്കണമെന്ന വിവാദ ആവശ്യവുമായി പൈശാചിക സംഘടനയായ സാത്താനിക് ടെമ്പിൾ കൗൺസിലിംഗ് നൽകാൻ വേണ്ടി പൊതുവിദ്യാലയങ്ങളിൽ വോളണ്ടിയർ ചാപ്ലിൻമാരെ നിയമിക്കുന്നത് സംബന്ധിച്ച ബിൽ ഇതിനോടകം ജനപ്രതിനിധി സഭ പാസ്സാക്കി കഴിഞ്ഞിരുന്നു. ഈ ബില്ലിൻ്റെ പരിധിയിൽ തങ്ങളുടെ അംഗങ്ങളെയും ഉൾപ്പെടുത്തണം എന്നാണ് സാത്താനിക് ടെമ്പിൾ സംഘടന ആവശ്യപ്പെടുന്നത്. ഇല്ലായെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് സംഘടന മുന്നറിയിപ്പ് നൽകി. അതേസമയം കുഞ്ഞുങ്ങളിൽ പൈശാചികമായ സിദ്ധാന്തങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തിൽ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. പൊതുവിദ്യാലയങ്ങളിലെ പ്രധാനാധ്യാപകർ ചാപ്ലിൻമാരെ നിയമിക്കുന്നത് സംബന്ധിച്ച് മാതാപിതാക്കളെ അറിയിക്കുകയും അവരുടെ അനുവാദത്തോടുകൂടി മാതാപിതാക്കൾ തിരഞ്ഞെടുക്കുന്ന കൗൺസിലർമാരെ കുട്ടികൾക്ക് നൽകുകയും വേണമെന്നാണ് ബില്ലിൽ നിഷ്കർഷിച്ചിരിക്കുന്ന വ്യവസ്ഥകൾ ചൂണ്ടിക്കാട്ടുന്നത്. സ്കൂളിലെ സെക്യൂരിറ്റി ഗാർഡിന് വിദ്യാർത്ഥികൾ നൽകിയ അവിസ്മരണീയ സമ്മാനം ശ്രദ്ധേയമാകുന്നു. റോഡ് ഐലൻഡിലെ കത്തോലിക്ക കോളേജിലെ വിദ്യാർത്ഥികളാണ് ഒറ്റ രാത്രി കൊണ്ട് അവിസ്മരണീയ സമ്മാനമൊരുക്കിയത്. നൈജീരിയയിൽ നിന്നുള്ള ജെയിംസ് എന്ന സെക്യൂരിറ്റി ഗാർഡ് കഴിഞ്ഞ 10 വർഷമായി സ്വന്തം നാട്ടിൽ പോയിട്ടില്ല എന്ന് മനസ്സിലാക്കിയ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന് കുടുംബാംഗങ്ങളെ കാണാനുള്ള അവസരമൊരുക്കാൻ ഒത്തുചേരുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് ആവശ്യമായ $3500 സമാഹരിക്കുന്നതിന് അവർ ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങി. എന്നാൽ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് $25,000 ഇതുവരെ അവരുടെ അക്കൗണ്ടിലെത്തിയത്. ജൂൺ മാസത്തിൽ നാട്ടിലേക്ക് പോകാനാണ് ജെയിംസിന്റെ തീരുമാനം. സ്കൂളിലെ വിദ്യാർത്ഥികൾക്കെല്ലാം ഏറെ പ്രിയപ്പെട്ടവനാണ് ജെയിംസ്. വാരാന്ത്യങ്ങളിൽ സ്കൂൾ കഴിഞ്ഞ് കുട്ടികൾ പോകുമ്പോഴും പിന്നീട് സ്കൂളിൽ മടങ്ങിയെത്തുമ്പോഴും സുസ്മേര വദനനായി മാത്രമേ അവർ ജെയിംസിനെ കണ്ടിട്ടുള്ളൂ. ആഴ്ചയിൽ 4 ദിവസമെങ്കിലും ഓവർനൈറ്റ് ഷിഫ്റ്റിൽ അദ്ദേഹം ജോലി ചെയ്യുന്നു. ജെയിംസ് ഇല്ലാത്ത സ്കൂളിനെ കുറിച്ച് ചിന്തിക്കാനാവില്ലെന്നാണ് കുട്ടികൾ പറയുന്നത്. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.